തുടക്കത്തിൽ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ അപ്പൂപ്പൻ ഒന്ന് ഭയന്നുവെങ്കിലും അദ്ദേഹം തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആദ്യം തന്നെ അദ്ദേഹം ഒരു വലിയ പാത്രത്തിൽ ആവശ്യത്തിലധികം ചോക്ലേറ്റ് ചേർത്ത് കേക്കിനുള്ള വലിയൊരു മാവ് തയ്യാറാക്കി. ഒരു വലിയ ടേബിളിന് മുകളിൽ ആ മാവിട്ട ശേഷം അദ്ദേഹം വളരെ ശ്രദ്ധയോടെ അത് ഒരുപോലെ മുറിച്ചെടുക്കാൻ തുടങ്ങി. ഓരോ കഷ്ണവും ഒരേ അളവിലും തൂക്കത്തിലും വരാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയും ഒരു ത്രാസ് ഉപയോഗിച്ച് കൃത്യമായി അളക്കുകയും ചെയ്തു. അതിനുശേഷം ഓരോ കഷ്ണങ്ങളും നന്നായി പരത്തിയെടുത്ത് അതിനുള്ളിലേക്ക് നിറയെ മധുരമുള്ള ചോക്ലേറ്റ് ചിപ്സ് വാരിയിട്ടു. ഇത് കണ്ടാൽ തന്നെ ആരുടെയും വായിൽ വെള്ളമൂറും. ആ ചോക്ലേറ്റ് ചിപ്സ് പുറത്ത് പോകാത്ത രീതിയിൽ ഓരോ മാവും വളരെ സൂക്ഷ്മതയോടെ ഉരുട്ടിയെടുത്തു. പിന്നീട് പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പ് അച്ചുകളിലേക്ക് ഈ മാവുകൾ വെച്ച് കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ അച്ചുകളുടെ മുകളിൽ അടപ്പ് വെച്ച് നേരെ ചൂടുള്ള ഓവനിലേക്ക് ചുട്ടെടുക്കാനായി അദ്ദേഹം വെച്ചു. കുറച്ചു സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഇരുമ്പച്ചുകളുടെ അടപ്പ് തുറന്നപ്പോൾ തുടക്കത്തിൽ കണ്ട ആ സാധാരണ മാവ് ഇപ്പോൾ കൊതിയൂറുന്ന സ്വാദിഷ്ടമായ ചോക്ലേറ്റ് കേക്കുകളായി മാറിയിരിക്കുകയാണ്. ആ കേക്ക് പകുതിയായി മുറിച്ച് കാണിക്കുമ്പോൾ അതിനുള്ളിലെ ചോക്ലേറ്റ് ഉരുകി വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു അത്ഭുതം കാണിച്ചു തന്ന ഈ അപ്പൂപ്പന്റെ പരിശ്രമത്തിന് നമ്മൾ ഒരു വില കൊടുക്കേണ്ടേ? അപ്പൂപ്പന്റെ ഈ വലിയ പരിശ്രമം നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നോക്കാം എത്ര പേർക്ക് അപ്പൂപ്പന്റെ ഈ വലിയ പരിശ്രമം ഇഷ്ടമായി എന്ന്.